നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരാണ് എന്ന് നമ്മുടെ അക്ഷരസ്നേഹികളും സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, കവിതയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. ദേവിക എന്ന് പറഞ്ഞ ഈ കുട്ടി ഒരു അധ്യാപക വിദ്യാർത്ഥിനിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ശിഷ്യയാണ്, എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, എൻ്റെ ഒരു സഹോദരിയാണ്. വളരെ അഭിമാനപുരസരം ഞാൻ കവിതയെ സ്നേഹിക്കുന്ന ദേവികയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഒരു കവിതയിൽ തന്നെ തുടങ്ങാം. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുണസന്ധ്യയിൽ, വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുണസന്ധ്യയിൽ, പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക, താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. ഇത് നമ്മുടെ വയലാറിന്റെ മധുസൂദനൻ നായരൊക്കെ പാടിയിട്ടുള്ള ഇത്. പിന്നെ അതുപോലെ എന്താണ് ഈ കവിതയെ ഇങ്ങനെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം? കവിത എഴുതാറുണ്ടോ? കവിത എഴുതാൻ പരിശ്രമിച്ചിട്ടില്ല അതുവരെ, പക്ഷേ കവിതകളോടൊരു പ്രത്യേക ഇഷ്ടം എപ്പോഴും തോന്നാറുണ്ട്. നേരത്തെ തന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ നന്നായി ആലപിക്കാനുള്ള കഴിവും ഒക്കെ, അതൊക്കെ നല്ലത്. അതുപോലെ തന്നെ വേറെ ഇനി അങ്ങനെയൊക്കെ എന്തൊക്കെ കവിതകൾ അറിയാം? വേറെ കവിതകൾ കുറെ അറിയാം. അത് ഞാന് മത്സരവേദികൾക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് എനിക്ക് നിരവധി സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് കവിതകൾ ഞാൻ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമുക്കൊരു കവിതയും കൂടി ചൊല്ലിയാലോ? ഉലയാത്ത സ്നേഹത്തിന്റെ യുക്തിക്ക് മൃദുലമായ ബന്ധനത്തിന്റെ താമര നൂല് ഇറുത്തെറിയുവാൻ മൂർച്ചയുള്ള ശരത്തലത്തിൽ വിഷം പുരട്ടി ഒളിയമ്പെയ്യണമായിരുന്നു. പൂന്തോട്ടക്കാരന്റെ പരിലാളനത്തിന് ചെടിയുടെ തീരാദാഹത്തിന് മരുന്നായി. പൂന്തോട്ടക്കാരന്റെ പരിലാളനത്തിന് ചെടിയുടെ തീരാദാഹത്തിന് മരുന്നായി. വെള്ളവും വളവുമില്ലാത്ത ഏകാദശിയും കടക്കൽ കനൽ കോരി വിറച്ചു.
കടക്കൽ കനൽ കോരി വിറച്ചു. ഇത് എന്റെ തന്നെ ഒരു കവിതയാണല്ലോ, എന്നാലും ഇത്രയും എന്ന് പറഞ്ഞിട്ടുള്ള കവിത. നല്ലത്. അപ്പൊ എന്റെ വേറെന്തൊക്കെ കവിത പഠിച്ചു വെച്ചതുപോലെ? മാഷിന്റെ തന്നെ കുറെ കവിത ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിവിടെ അവതരിപ്പിക്കാം. ഒന്നോ രണ്ടോ വെറുതെ 4 വരി ആയാലും മതി. പാതി മുറിച്ച ഒരു പാട്ടുമായാണ് ചിന്തയിൽ കൂടുകൂട്ടിയ, പാതി മുറിച്ച ഒരു പാട്ടുമായാണ് ചിന്തയിൽ കൂടുകൂട്ടിയ രാക്കിളി രാക്കിളി പറന്നകന്നത്, രാക്കിളി പറന്നകന്നത്, പാതി മുറിച്ച ഒരു പാട്ടുമായാണ് രാക്കിളി പറന്നകന്നത്. ഹൃദയം എന്നുള്ള കവിത. ഇനി പടിയിറക്കം എന്ന് പറഞ്ഞ ഒരു കവിത മാഷിന്റെ തന്നെയാണ്. പടിയിറങ്ങാൻ സമയമായി, പടിയിറങ്ങാൻ സമയമായി, പടിയിറങ്ങാൻ സമയമായി, പടിയിറങ്ങാൻ സമയമായി, നട്ടു നനച്ച പടിക്കലേ കണ്ടം കൊയ്തൊഴിഞ്ഞില്ല, കളപറിച്ച വിരലിൻ്റെ നാവുകൾ വിളയുടെ രുചിയറിഞ്ഞില്ല, കാവിലെ പാട്ടിന് കാതോർത്ത് കൊതി തീർന്നില്ല, കാവിലെ പാട്ടിന് കാതോർത്ത് കൊതി തീർന്നില്ല. അപ്പൊ ഇതിൽ സാധാരണ ദേവിക ഒരു അധ്യാപക വിദ്യാർത്ഥിനിയാണ്. അപ്പൊ സാധാരണ അധ്യാപകർക്കും അധ്യാപികമാർക്കും ഉള്ള 2 തരത്തിലുള്ള അധ്യാപികമാരെ അല്ലെങ്കിൽ അധ്യാപകന്മാരെ നമ്മൾ കാണാറുണ്ട്. ചിലവർക്ക് കാര്യമായിട്ടൊന്നും പാട്ടൊന്നും പാടാൻ അറിയില്ല, എങ്കിലും അവർ കുട്ടികളുടെ മുന്നിൽ പാട്ട് പാടും. ചില അധ്യാപികമാർ വളരെ നന്നായി പാടും, പക്ഷെ അവർ ക്ലാസ്സിൽ പാടില്ല, അവർ ഐഡിയ സ്റ്റാർ സിംഗറിനോ അല്ലെങ്കിൽ അതുപോലത്തെ സംഗതികൾക്ക് മാത്രമേ പാടൂ. അപ്പോൾ ദേവികയെ സംബന്ധിച്ച് അതിൽ നിന്നും വ്യത്യാസമാണ്. കാരണം തനിക്കൊരു കഴിവുണ്ടെങ്കിൽ അത് താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും വേണം എന്നുള്ള ഒരു ചിന്ത, അത് വളരെ വളരെ നല്ല പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു ചിന്തയാണ്. അതുപോലെ തന്നെ വളരെ നല്ല കവിതകൾ പെട്ടെന്ന് പഠിക്കുകയും അത് വളരെ കാര്യമായി തന്നെ ആലാപനം നടത്തുവാനുള്ള ദേവികയുടെ കഴിവിനെ നമുക്ക് പ്രശംസിക്കാതെ വയ്യ. പിന്നെ ഏതൊക്കെ പാട്ടാണ് ദേവിക അങ്ങനെ അറിയാം? നമുക്ക് സാധാരണ ഇപ്പോൾ മധുസൂദനന്മാരെയൊക്കെ, മധുസൂദനന്മാരുടെ ഒരുപാട് വാക്ക് എന്നുള്ള ഇതുണ്ട്, അതൊക്കെ നല്ല ഗംഗ, അതുപോലെ നാരായണത്ത് ഭ്രാന്തൻ, അപ്പോൾ അതൊക്കെ വളരെ വളരെ നല്ല കവിതകളാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അങ്ങനെ അത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നാണ്, നമുക്ക് പ്രത്യേകിച്ചും ക്ലാസ് റൂമിലേക്കൊക്കെ പറ്റിയതാണ് ബാലശാപങ്ങൾ എന്ന് പറഞ്ഞ കവിത. കേട്ടിട്ടുണ്ടോ? ബാലശാപങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തുടങ്ങണേ ഓർമ്മയുണ്ടോ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ പാടി നോക്കാം. ഞാൻ കെട്ടിയ കളിവീടെന്തിനിടിച്ചു തകർത്തു നീ, ഞാൻ കൂട്ടിയ കഞ്ഞിയും കറിയും തൂവിയതെന്തിനു നീ, ഞാൻ വിട്ടൊരു കൊച്ചോടത്തിന് മുക്കിയതെന്തിനു നീ, ഞാൻ വിട്ടു പറത്തിയ പട്ടമിറുത്തതുമെന്തിനു നീ, ഞാൻ പാടും കഥകളിൽ വന്നു മറുത്തു പറഞ്ഞില്ലേ, ഞാനാടിയൊരൂഞ്ഞാൽ പാട്ടു മുറിച്ചു കളഞ്ഞില്ലേ, ഞാൻ നട്ടൊരു പിച്ചക വല്ലി പുഴക്കിയെറിഞ്ഞില്ലേ,
കൺപൊത്തിച്ചെന്നുടെ വായിൽ കൈപ്പും കനലും നീ നട്ടു, കാണാതെ അടുത്തു വിളിച്ചൻ കാതിൽ നീ പേടികൾ കൂകി. ഒരു കാര്യം കാണിക്കാമെന്നതിദൂരം പായിച്ചെന്നെ കരിമുള്ളിൻ കൂടലിലാക്കി തുള്ളിച്ചതു നീയല്ലേ. ദൈവത്തെ അടുത്തു വിളിച്ചു വരം തരുവിക്കാമെന്നോതി തലയിൽ തീച്ചട്ടിയുമേന്തി തുള്ളിച്ചതു നീയല്ലേ. സ്വപ്നത്തിൻ മരതകമലയിലെ സ്വർഗത്തേൻ കൂടുകളെയ്യാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഞാൻ കെട്ടിയ വില്ലും ശരവും അമ്പലമുറ്റത്തെ പ്ലാശിൻ കൊമ്പത്തെ കിളിയെ കൊല്ലാൻ എൻ പക്കൽ നിന്നുമെടുത്തിട്ടെൻ പേര് പറഞ്ഞു നീ. അമ്മ എനിക്കാദ്യം തന്നൊരു തന്മൊഴിയും പാട്ടും താളവും എൻ കനവും വച്ചൊരു ചെല്ലവും എങ്ങോ നീ കൊണ്ടുകളഞ്ഞു. അപ്പൊ ഇതേപോലെ ഇങ്ങനെ വളരെ നമുക്കിങ്ങനെ പാടാം. ഒരു ചെറിയ കവിതയും കൂടിയും പാടിയാലോ? ശ്രീ ബക്കർ മേത്തലയുടെ ഗ്രാമീണം എന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. ഗ്രാമീണം, അതായത് മറഞ്ഞുപോയ ഗ്രാമീണത്തിന്റെ ഒരു സൗന്ദര്യത്തെ, നമ്മുടെ ഗ്രാമങ്ങൾക്കൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ആ ഗ്രാമീണതയാണ്. അപ്പൊ അങ്ങനെ ഗ്രാമീണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത പാടിക്കോളൂ. നാരി നടിച്ചിട്ടും നാരി നടിച്ചിട്ടും നാരകം പൂത്തിട്ടും നാടു മുടിഞ്ഞില്ല മുത്തിയമ്മേ. നാടു ഭരിച്ചവർ നമ്മെ മറന്നപ്പോൾ നാടു മുടിഞ്ഞല്ല മുത്തിയമ്മേ. ഓലക്കുടപ്പൊളി മേലെ കാണുന്ന നീലാകാശത്തിൻ കീറുപോലെ പാടെ തെളിഞ്ഞ മനസ്സുകളൊന്നായി പാടണ കാലം നോറ്റവൻ ഞാൻ. കൂവയും കൂവരകും കുറുക്കിക്കൊടുത്ത് ഓമലിൻ പുന്നാരം ചൂടിടുന്ന അമ്മ തൻ നെഞ്ചിലെ ഇങ്കായി കുറുകുന്ന സ്നേഹക്കടലിൻ തിരയടിയിൽ. അപ്പോ ഇതിൽ തന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം 8 വർഷമായി ഇപ്പൊ പഠിക്കണം. 8 വർഷമായി സംഗീതം പഠിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് പാടിയാലോ? ഒരു വർണ്ണായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും. ഗീം തകുനിക്കു തകദീം തത്ര കിടതോ നാച രഹ ഗോരി താം തിദം തേതദി തിരഹദു. ഗീം തകുനിക്കു തകദീം തത്ര കിടതോ നാച രഹ ഗോരി താം തിദം തേതദി തിരഹദു. ഗീം തകുനിക്കു തകദീം തത്ര കിടതോ നാച രഹ ഗോരി താം തിദം തേതദി തിരഹദു. ഗീം തകുനിക്കു തകദീം തത്ര കിടതോ നാച രഹ ഗോരി താം തിദം തേതദി തിരഹദു. ഗീം തകുനിക്കു തകദീം. നമ്മളിപ്പോ കവിതയൊക്കെ ആലപിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ദേവികയ്ക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? കവിത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. അതൊരു ആ കവിയെ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അതിൻ്റെതായ ഭാവത്തിലും പിന്നെ അതിന്റെ അക്ഷരസ്ഫുടത അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതിന്റെ ഒരു വികാരപരമായിട്ട് നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ വൈകാരിക തലം കൂടല്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ ഒരു സന്ദർഭം, ഇപ്പൊ ഒരു വിഷമത്തിലുള്ള ഒരു സന്ദർഭത്തിലുള്ള ഒരു പാട്ടാണെങ്കിൽ അതിന് അതിൻ്റെതായ ഭാവം ഉൾക്കൊണ്ട് പാടുമ്പോൾ ആ കവിതേനെ നമുക്ക് കൂടുതലായിട്ട് നന്നാക്കാനായിട്ട് സാധിക്കും. പ്രേക്ഷകർക്കും അത് കാണുമ്പോൾ കൂടുതൽ അവരും കൂടി ഇൻവോൾവ് ചെയ്യും. നമുക്ക് ഒരു കവിതയും കൂടി ചൊല്ലിയാലോ? ഏതായാലും പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദേവികയുടെ കവിത കേൾക്കാനാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ വർത്തമാനം വളരെ ചുരുക്കുകയും കവിതയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടുതലാക്കുകയും ചെയ്തത്. അപ്പൊ ഒരു കവിതയും കൂടി പാടിയാലോ? ഇനി ഞാനുണർന്നിരിക്കാം നീ ഉറങ്ങുക, ഇനി ഞാനുണർന്നിരിക്കാം നീ ഉറങ്ങുക.
ഒരിടത്തെത്തുവാനിനി എത്രയുണ്ടെന്നറിയാത്തൊരേ യാത്രയിൽ തമ്മിൽ ചുമലൊത്തു വീണ്ടും ചുവടുവെച്ച് ഉന്മതൻ വിഷാദങ്ങളൊക്കെയും പങ്കുവെച്ച് അന്തരാ പങ്കുവെച്ചങ്ങനെ സഞ്ചരിക്കേ വന്നു മറ്റൊരിടവേള. എല്ലാം മറന്നൊന്നുറങ്ങിയ നാളുകൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. അപ്പോൾ ഇതും മധുസൂദനൻ നായരുടെ കവിതയാണ്. അപ്പോൾ കൂടുതലും ഇങ്ങനെ മധുസൂദനൻ നായരുടെ കവിതയാണോ ഇഷ്ടം, അങ്ങനെ ഉണ്ടോ? അത് നമുക്കിങ്ങനെ അവൈലബിലിറ്റി നോക്കിയിട്ട്? അതെ, അവൈലബിലിറ്റി നോക്കിയിട്ട് തന്നെയാണ് അതിങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കവിതയും കൂടി ഓർമ്മപ്പെടുത്തും. എനിക്ക് എൻ്റെ പേരറിയില്ല, അങ്ങനെ എവിടുന്നോ കേട്ടിട്ടുള്ളൊരു കവിത. അപ്പോൾ അതിൽ പറയണത് എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ശില്പമാണ്. അപ്പോൾ ഈ ശില്പത്തിന്റെ ഒരു പൂർണ്ണത വരുമ്പോൾ പിന്നെ ശില്പിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കവിത അങ്ങനെ എവിടുന്നോ കേട്ട് മറന്നാണ്. അപ്പോൾ ആ കവിത എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് വെച്ചാൽ, നിർത്തുന്നില്ല പണി ഞാൻ ജീവിത ശില്പം തീർക്കാൻ ഭഗവൻ നേടിയ ചിറ്റുളി വീതുളി കൊണ്ടിഹ മാറി ചെത്തിയിരിപ്പു മിനുക്കിയിരിപ്പു. നിർത്തുന്നില്ല പണി ഞാൻ ജീവിത ശില്പം തീർക്കാൻ ഭഗവൻ നേടിയ ചിറ്റുളി വീതുളി കൊണ്ടിഹ മാറി ചെത്തിയിരിപ്പു മിനുക്കിയിരിപ്പു. ശില്പരഹസ്യമപൂർണത താനെന്നറിയാൻ മാത്രം മൂത്തവനാണി ശില്പി നിലക്കില്ലിത്തിരുനടയിൽ കൊട്ടുവടി പ്രഹരത്തുടിനാദം. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കവിതകളുണ്ട്. അപ്പൊ ഏതായാലും നമുക്കിങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതുകൊണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്കും ദേവികയുടെ കവിത കേട്ട് മതിയായിട്ടല്ല, നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ വീണ്ടും ഇതേപോലെ പരിചയപ്പെടാം, അതുപോലെ പ്രേക്ഷകർക്ക് മുമ്പിൽ വരാമെന്നുള്ള ഒരു ഇതോടുകൂടി നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് സന്തോഷമുള്ളത്, അക്ഷരങ്ങൾ നശിക്കുന്നു, അല്ലെങ്കിൽ വായനക്കാർ കുറയുന്നു, അതുപോലെ തന്നെ എഴുത്തുകാർ കൂടുകയാണ്. എഴുത്തുകാരുടെ അത്രത്തോളം തന്നെ എണ്ണം ഇന്ന് വായനക്കാർക്കില്ല എന്ന് ആരൊക്കെ വേവലാതിപ്പെട്ടാലും ഞങ്ങളുടെയൊക്കെ കേരളത്തിലെ അക്ഷരമുറ്റങ്ങളിൽ, അതേപോലെ തന്നെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കുരുന്നുകൾ വളർന്നു വരുന്നുണ്ട്. അവർക്ക് പ്രോത്സാഹനം നൽകാനും അവരെ സ്നേഹിക്കാനും അവർക്ക് വീണ്ടും അവർ നാളെയുടെ പ്രതീക്ഷകളാണെന്ന് തിരിച്ചറിയാനും ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.